അപ്രതീക്ഷിതമായി എത്തിയ മഴക്കെടുതി ജില്ലയിൽ കനത്ത നാശം വിധിച്ചിട്ടും യഥാർത്ഥ നഷ്ടത്തിന്റെ കണക്കെടുപ്പ് ഇഴയുകയാണ്. ജില്ലാ ഭരണകൂടം കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് പരാതി വരുന്നത്. അവധി ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥരില്ലാത്തതാണ് ദുരിതാശ്വാസ പ്രവർത്തനത്തെ ബാധിച്ചത്. എന്നാൽ ജില്ലാ ഭരണകൂടം നിലവിൽ കണ്ടെത്തിയ കണക്കുകൾ തെറ്റെന്ന വാദവും ശക്തമാണ്. അപ്രതീക്ഷിതമായി എത്തിയ മഴക്കെടുതി ജില്ലയിൽ കനത്ത നാശമാണ് വിതച്ചത്. എന്നാൽ യഥാർത്ഥ നഷ്ടത്തിന്റെ കണക്കെടുപ്പ് ഇഴയുന്നു എന്നതാണ് വസ്തുത. ജില്ലാ ഭരണകൂടം കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന പരാതിയാണ് ജില്ലയിൽ ഉയരുന്നത്. അവധി ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥരില്ലാത്തതാണ് ദുരിതാശ്വാസ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചത്. എന്നാൽ വലിയൊരു നാശനഷ്ടമുണ്ടായപ്പോൾ അവധി അവഗണിച്ച ഉദ്യോഗസ്ഥർ നഷ്ടം വിലയിരുത്തേണ്ടിയിരുന്നു എന്നതാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ജില്ലാ ഭരണകൂടം നിലവിൽ കണ്ടെത്തിയ കണക്കുകൾ തെറ്റെന്ന വാദവും ശക്തമാണ്. വാത്തിക്കുടി വില്ലേജിലും പീരുമേട് ഉടുമ്പൻചോല താലൂക്കുകളിലും നാമമാത്രമായ വീടുകൾ തകർന്നു എന്നാണ് ജില്ലാ ഭരണകൂടം കണ്ടെത്തിയ കണക്കുകൾ. എന്നാൽ ഇതിലെല്ലാം 10 ഇരട്ടിയാണ് വാസയോഗ്യമല്ലാത്ത രീതിയിൽ തകർന്ന വീടുകളുടെ എണ്ണം. നിരവധി കർഷകരുടെ സ്വപ്നങ്ങളാണ് ഉരുൾപൊട്ടലിലൂടെ ഒലിച്ചുപോയത്. കൂടാതെ പൊതുഗതാഗതത്തെ ബാധിക്കുന്ന തരത്തിൽ തകർന്നുപോയ പാലങ്ങളുടെ എണ്ണവും ഏറെയാണ്. ഇതൊക്കെ മറച്ചുവെച്ചുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം നിലവിൽ നാശനഷ്ടങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. വ്യാപാരശാലകളിൽ വെള്ളം കയറിയത് ഉൾപ്പെടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ വേറെയുമുണ്ട്. വസ്തുത ഇതായിരിക്കെ ജില്ലാ ഭരണകൂടം ദുരിത മേഖലയിൽ ഉത്തരവാദിത്വമില്ലാത്ത സമീപനമാണ് നടത്തിയത് എന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.